പിണ്ടിമനയിൽ ഭരണകക്ഷിയായ UDF-ൽ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുകയാണ്. ഘടകകക്ഷികളുടെ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ല. കോൺഗ്രസിന്റെ ഏതാനും സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട്. 2 വാർഡുകളിൽ ഒന്നിലേറെ പേരുകളാണ് ചർച്ചയിലുള്ളത്. പിണ്ടിമന പഞ്ചായത്തിൽ തുടർച്ചയായി നടത്തുന്ന ഭരണം കൈവിടാതിരിക്കാനാണ് UDF കോപ്പുകൂട്ടുന്നത്. ആകെ 14 വാർഡുകളാണുള്ളത്. ഇതിൽ 12 വാർഡുകളിൽ കോൺഗ്രസും 2 വാർഡുകളിൽ കേരള കോൺഗ്രസും മത്സരിക്കാനാണ് ധാരണ. കോൺഗ്രസിന്റെ ഏതാനും വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. 2 വാർഡുകളിൽ തർക്കം നിലനിൽക്കുകയാണ്. 11ാം വാർഡിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. 2ാം വാർഡിൽ മാലിപ്പാറ സഹകരണ ബാങ്ക് പ്രസിഡന്റായ ജിജി സി പോൾ ആകും സ്ഥാനാർത്ഥി. 4ാം വാർഡിൽ മുൻ മെമ്പർ മോളി ജോസഫിനാണ് സാധ്യത. 5ാം വാർഡിൽ നിലവിലുള്ള ഭരണസമിതി അംഗം ലത ഷാജി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. 7ാം വാർഡിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ മത്സരിക്കും. 8ാം വാർഡിൽ ടി.എ. ഷൗക്കത്ത് അലിയും 9ാം വാർഡിൽ സീന എൽദോസും 10ാം വാർഡിൽ റിജ സിദ്ദിഖും മത്സരിക്കും. 1ാം വാർഡിലും 13ാം വാർഡിലും സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലാണ്. ഒന്നിലേറെ പേരുകൾ ഉയർന്നു വന്നതാണ് പ്രശ്നം. തർക്കം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ചില വാർഡുകളിൽ വിമത ഭീഷണിയും കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ഏകകണ്ഠമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. 12ാം വാർഡിലും 14ാം വാർഡിലുമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. GTV ന്യൂസ്, പിണ്ടിമന.